കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ജനങ്ങളിൽ നിന്നും പിരിച്ച ഫണ്ടിനെ ചൊല്ലിയാണ് ഈ നേതാക്കൾക്ക് ഇടയിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കം ഉടലെടുത്തത്. KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള സംഭാഷണമാണ് കൈരളി ന്യൂസ് ഇന്ന് പുറത്തുവിട്ടത്. ഇതിനകത്ത് വളരെ വ്യക്തമാണ്, രൂക്ഷമായ തർക്കമാണ് ഇരു നേതാക്കളും തമ്മിൽ നടക്കുന്നത്. 137 ചലഞ്ച്, അതിൻ്റെ പേരിലാണ് ഈ തർക്കം ആരംഭിച്ചത്. 137 ചലഞ്ച് എന്നുള്ളത് കോൺഗ്രസിൻ്റെ 137ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ, ഓരോ കോൺഗ്രസ് പ്രവർത്തകരും 137 രൂപ പാർട്ടിക്ക് സംഭാവന നൽകണം എന്നുള്ളതായിരുന്നു ആ സിസ്റ്റം. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് KPCC നേതൃത്വം പിരിച്ചെടുത്തത്. പക്ഷേ ഈ യോഗത്തിനകത്ത് കെ സുധാകരന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്കും വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഘട്ടത്തിലാണ് VD സതീശൻ ചോദിക്കുന്നുണ്ട്, പ്രസിഡന്റ് കൃത്യമായ കണക്ക് എത്രയാണെന്ന്. അപ്പോൾ ഏതാണ്ട് തട്ടിക്കൂട്ടൊരു കണക്ക് കെ സുധാകരൻ അവതരിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ കെ സുധാകരൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് VD സതീശൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നു. അതായത് വിവിധ DCCകൾ വലിയ തോതിൽ ഫണ്ട് പിരിച്ച് KPCCക്ക് നൽകിയിട്ടുണ്ട്. അവർ നൽകിയ കണക്ക് തൻ്റെ കൈവശമുണ്ട്. എന്നാൽ KPCC പ്രസിഡന്റ് ഇപ്പോൾ പറയുന്ന ഈ കണക്കും DCC പ്രസിഡന്റുമാർ നൽകിയ കണക്കും തമ്മിൽ വലിയ അന്തരമുണ്ട്. കാരണം സുധാകരൻ പറഞ്ഞതിനേക്കാൾ എത്രയോ അധികം തുക DCCയിൽ നിന്നും സമാഹരിച്ച് നൽകിയിട്ടുണ്ടെന്നാണ് സതീശൻ പറയുന്നത്. ആ ഘട്ടത്തിൽ സുധാകരൻ പറയുന്നു, അതിൻ്റെ വ്യക്തമായ കണക്ക് മറ്റൊരു യോഗത്തിൽ അടുത്ത ദിവസം യോഗം വിളിച്ചാൽ അവതരിപ്പിക്കാമെന്ന്. എന്നാൽ അങ്ങനെ ഒരു യോഗം നടന്നുവെന്നോ ആർക്കും അറിയില്ല. കോൺഗ്രസ് നേതാക്കൾ പോലും അത്തരമൊരു യോഗത്തിനെ കുറിച്ച് പറയുന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ കണക്ക് അവതരിപ്പിച്ചോ എന്നുള്ളതിനെക്കുറിച്ചും ഒരു വ്യക്തതയും ഇതുവരെയും ഇല്ല. അതേസമയത്ത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ജാഥ, ഭാരത് ജോഡോ യാത്ര കേരളത്തിൽ വന്നപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടിയും കോൺഗ്രസ് നേതാക്കൾ വലിയ രീതിയിലുള്ള ഫണ്ട് പിരിച്ചിരുന്നു. അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. ഈ 137 ചലഞ്ചിന് ശേഷം KPCC പിന്നീട് കോൺഗ്രസ് പ്രവർത്തകരുടെ മുന്നിലേക്ക് പോയത് 138 രൂപ ചലഞ്ചുമായിട്ടായിരുന്നു. അതിൻ്റെ കണക്കും ഇതുവരെയും എവിടെയും വന്നിട്ടില്ല. ഈ കണക്കുകളുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസിനകത്ത് വലിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ KPCCയുടെ ട്രഷററായിരുന്ന പ്രതാപേന്ദ്രൻ്റെ മരണം, അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ നേരത്തെ കേരളത്തിൽ ഉയർന്നു വന്നിരുന്നു. പ്രതാപേന്ദ്രൻ്റെ മക്കൾ തന്നെ ഈ മരണത്തിനിടയാക്കിയ കാരണങ്ങളെക്കുറിച്ചും അതിൽ തന്നെ ഈ ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ചൊക്കെയുള്ള ആരോപണങ്ങളുണ്ടായിരുന്നു. അതായത് ട്രഷററായിരുന്ന പ്രതാപേന്ദ്രനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഈ ഫണ്ട് മുഴുവൻ കൈകാര്യം ചെയ്തത് കോൺഗ്രസിൻ്റെ നേതാക്കളായിരുന്നു. അവർക്കാണെങ്കിൽ ഒരു തരത്തിലുള്ള കണക്കുകൾ അവതരിപ്പിക്കാനും പറ്റുന്നില്ല. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് MM ഹസനായിരുന്നു, അതായത് KPCC പ്രസിഡന്റ് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ MM ഹസനാണ് പകരം താൽക്കാലിക ചുമതലയുമായി ഈ KPCC പ്രസിഡന്റിൻ്റെ താൽക്കാലിക ചുമതല ഏറ്റെടുത്തത്. ഹസനെയാണ് പാർട്ടി നേതൃത്വം ആ ചുമതല ഏൽപ്പിച്ചത്. ആ ഘട്ടത്തിൽ ഹസൻ വന്നപ്പോൾ നമുക്കൊക്കെ ലഭ്യമായ വിവരങ്ങൾ വെച്ച്, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമായ വിവരങ്ങൾ വെച്ച് KPCCയിൽ ദൈനംദിന ചെലവുകൾക്ക് പോലുമുള്ള ഫണ്ടില്ല എന്നുള്ളതാണ്. ഏതാണ്ട് 2-3 ലക്ഷം രൂപ മാത്രമാണ് ബാലൻസ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ വിവരം. അപ്പോൾ ഈ പിരിച്ച കോടിക്കണക്കിന് രൂപ ഈ 3 തലത്തിൽ ഫണ്ട് പിരിച്ചു. ഇതിൽ ഭാരത് ജോഡോ യാത്ര, അതോടൊപ്പം തന്നെ 137 ചലഞ്ച്, 138 ചലഞ്ച് എന്നിങ്ങനെ 3 തവണ ഈ 1-2 വർഷങ്ങൾക്കിടയിൽ തന്നെ ഫണ്ട് പിരിച്ചു. ആ ഫണ്ട് എവിടെ പോയെന്ന് സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് പോലും ഒരു വ്യക്തതയും ഇല്ലാത്തൊരു സാഹചര്യം. ആ ഘട്ടത്തിലാണ് MM ഹസന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾ ബക്കറ്റുമായി ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയൊക്കെ കേരളം കണ്ടത്. ഏതായാലും ഇതൊക്കെ ഈ കോൺഗ്രസ് നേതൃത്വം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണം തന്നെയാണ് ഈ ശബ്ദ സംഭാഷണത്തിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. കെ സുധാകരനും VD സതീശനും കൊമ്പ് കോർക്കുകയാണ്. അത് ഈ ഓഡിയോയിൽ മാത്രമല്ല, നമുക്ക് നേരിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും ഈ 2 നേതാക്കളും തർക്കിക്കുന്നൊരു സാഹചര്യമൊക്കെ നേരത്തെ തന്നെ നമ്മളൊക്കെ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ഈ ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് കേരളത്തിലെ ജനങ്ങളോട് വ്യക്തമാക്കാൻ കോൺഗ്രസ് നേതൃത്വം തീർച്ചയായും ബാധ്യസ്ഥരാണ്.